Question. For the random sample x1, x2, etc. xn taken from Poisson population with parameter lambda, show that n x bar divided by n plus 1 is a biased estimator of lambda. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിൾ എടുത്തിരിക്കുന്നത് x1, x2, etc. xn എന്ന് പറഞ്ഞിരിക്കുന്ന സാമ്പിൾ എടുത്തിരിക്കുന്നത് ഒരു പോയ്സോൺ പോപ്പുലേഷൻ എന്നാണ്. അതിന്റെ പാരാമീറ്റർ ലാംഡയാണ് അല്ലെ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റാൻഡം ഒബ്സർവേഷൻസിന്റെ ഒരു ഫംഗ്ഷൻ ആണ് എൻ എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. നമ്മൾ അതിനെ സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് വിളിക്കുന്നത്. അതൊരു ബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ ആണ് എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഇഫ് എ സ്റ്റാറ്റിസ്റ്റിക് T is unbiased for theta എന്ന് നമ്മൾ എപ്പോഴാ പറയാറ്? A statistic T is unbiased for a parameter theta if expectation of T is equal to theta. ഈ T എന്ന് പറയുന്ന ഈ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ എക്സ്പെക്ടേഷൻ എടുത്താൽ അത് തീറ്റയ്ക്ക് തുല്യമായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം the statistic T is unbiased for the parameter theta. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക് T എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കിന്റെ സ്ഥാനത്ത് എൻ എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ എക്സ് വാല്യൂസിന്റെ സാമ്പിൾ ഒബ്സർവേഷൻസിന്റെ ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. അത് ബയസ്ഡ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. ഏത് പാരാമീറ്ററിന്? ലാംഡ എന്ന് പറയുന്ന പോപ്പുലേഷൻ പാരാമീറ്ററിന്. അതായത് നമ്മളിപ്പോ എക്സ്പെക്ടേഷൻ ഓഫ് ദിസ് ടി, ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എൻ എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 എടുക്കുകയാണെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു ലാംഡ എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ ഇത് ലാംഡയ്ക്ക് തുല്യമല്ലാതെ വരുമ്പോൾ നമുക്ക് പറയാം എൻ എക്സ് ബാർ ബൈ എൻ പ്ലസ് 1 ഇസ് ബയസ്ഡ് എസ്റ്റിമേറ്റർ. അൺബയസ്ഡ്, ഇറ്റ്സ് നോട്ട് അൺബയസ്ഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ബയസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് നമുക്ക് പറയാം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം x1, x2, എക്സെട്ര xn ഇവരെല്ലാം തന്നെ പോയ്സോൺ പോപ്പുലേഷനിൽ എടുത്ത സാമ്പിൾ ഒബ്സർവേഷൻസ് ആണ്. അപ്പൊ ഒരു പോപ്പുലേഷന്റെ ഉള്ളിൽ നിന്ന് സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഓരോ സാമ്പിൾ ഒബ്സർവേഷനും ആ പാരന്റ് പോപ്പുലേഷന്റെ അതേ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം x1 വിൽ ഫോളോ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. അതുമാതിരി x2 വിൽ ഫോളോ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. അങ്ങനെ നമ്മൾ എല്ലാ റാൻഡം വേരിയബിൾസും x അവരും ഫോളോ ചെയ്യുന്ന എന്താണ്? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ഇത് റാൻഡം സാമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ x1, x2, എക്സെട്ര xn എല്ലാം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് x1 പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത അതിന്റെ മീൻ എന്ന് പറയുന്നത് അതിന്റെ പാരാമീറ്ററിന് തുല്യമാണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x1 എന്തായിരിക്കും? ഇവിടെ ലാംഡ ആയിരിക്കും. അതുമാതിരി എക്സ്പെക്ടേഷൻ ഓഫ് x2 എന്തായിരിക്കും? ദാറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു ലാംഡ. അങ്ങനെ എക്സ്പെക്ടേഷൻ ഓഫ് xn എടുക്കുകയാണെങ്കിൽ അതും ലാംഡ ആയിരിക്കും. അപ്പൊ ഇതാണ് പോയ്സോൺ പോപ്പുലേഷൻ എന്നാണ് സാമ്പിൾ എടുത്തത് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇവരുടെ എല്ലാവരുടെയും മീന് ലാംഡയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് എൻ എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1ന്റെ എക്സ്പെക്ടേഷൻ ആണ്. അത് ലാംഡയാണോ അല്ലെങ്കിൽ ലാംഡ അല്ല എന്ന് വന്നാൽ നമുക്ക് പറയാം ഇറ്റ്സ് എ ബയസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പൊ അത് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഗോയിങ് ടു ഫൈൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് എൻ എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. അപ്പൊ ഇവിടെ എൻ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഒരു പ്രോപ്പർട്ടിയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് സി എക്സ്, വെർ സി ഇസ് എ കോൺസ്റ്റന്റ്, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇങ്ങനെ നമുക്ക് എഴുതാം. അതായത് എക്സ്പെക്ടേഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കോൺസ്റ്റന്റിനെ നമുക്ക് അതേമാതിരി പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്ന് നമുക്ക് പറയാം അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1. വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ മീനാണ് അല്ലെ. അപ്പൊ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn അല്ലെ ഡിവൈഡഡ് ബൈ n ആണ്. ഓർ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ അഗെയിൻ ഒരു 1/n വരുന്നുണ്ട്. അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെക്കുകയാണ്. അപ്പൊ n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഇൻറ്റു 1/n. പിന്നെ നമുക്കുള്ളത് എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x2 എക്സെട്ര പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് xn എന്നാണ്. അപ്പൊ എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്കറിയാണ് എക്സ്പെക്ടേഷൻ ഓഫ് x പ്ലസ് y എന്ന് വന്നാൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്ടേഷൻ ഓഫ് x പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് y.
അതേപോലെയുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഈ എക്സ്പെക്ടേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x2 എക്സെട്ര പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് xn. ഇങ്ങനെ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ ഈ എന്നും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇവിടെ 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ആണുള്ളത്. ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് x1, എക്സ്പെക്ടേഷൻ ഓഫ് x2, എക്സ്പെക്ടേഷൻ ഓഫ് xn ഇതെല്ലാം തന്നെ ലാംഡയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ലാംഡ പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു n ടൈംസ് ലാംഡ അല്ലെ. ദിസ് ഇസ് n ലാംഡ ഡിവൈഡഡ് ബൈ n പ്ലസ് 1. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് n എക്സ് ബാർ ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എടുത്തപ്പോൾ നമുക്ക് ലാംഡ അല്ല കിട്ടിയത്. എന്താ കിട്ടിയത്? n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ലാംഡ എന്നാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? n എക്സ് ബാർ ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഇസ് എ ബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ എന്ന് പറയും. അപ്പം n എക്സ് ബാർ ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഇസ് എ ബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. Question: Let x1 and x2 denote random samples from a normal population with mean theta and variance unity. Show that y is equal to x1 plus x2 is a sufficient statistic for theta. നമുക്ക് രണ്ട് റാൻഡം ഒബ്സർവേഷൻസ് ആണുള്ളത്, x1ഉം x2. അതായത് സാമ്പിൾ ഓഫ് സൈസ് 2 ആണ് ഒരു നോർമൽ പോപ്പുലേഷൻ എടുത്തിരിക്കുന്നത്. ആ നോർമൽ പോപ്പുലേഷന്റെ മീൻ എന്താണ്? തീറ്റ ആണ്. അതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. അതായത് നോർമൽ പോപ്പുലേഷൻ നമ്മൾ മീനെ സാധാരണ മ്യൂ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെ മ്യൂ ഇസ് ഈക്വൽ ടു തീറ്റ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു യൂണിറ്റി, ദാറ്റ് ഇസ് 1 ഓർ സിഗ്മ ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാം. അപ്പം x1ഉം x2ഉം വന്നിരിക്കുന്നത് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് തീറ്റ, 1 ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം x1 ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? അതിന്റെ പാരന്റ് പോപ്പുലേഷന്റെ അതേ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് x1 ഫോളോസ് n തീറ്റ 1 ആൻഡ് x2 ഫോളോസ് n തീറ്റ 1. രണ്ടും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റേഴ്സ് തീറ്റ, 1. ഇനി നമുക്ക് അവരുടെ PDF എഴുതി നോക്കാം. വാട്ട് ഈസ് എഫ് ഓഫ് x1? എഫ് ഓഫ് x1 എന്താണ്? അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ മ്യൂ, സിഗ്മ ആണെങ്കിൽ അതിന്റെ PDF നമ്മൾ എങ്ങനെയാ എഴുതുക? എഫ് ഓഫ് x ഇസ് ഈക്വൽ ടു 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2 പൈ ഇ റേസ് ടു മൈനസ് ഓഫ് x മൈനസ് മ്യൂ the whole square by 2 sigma square minus infinity less than x less than infinity. ഇങ്ങനെയാണ് നമ്മൾ ഒരു n mu sigma എന്ന് പറയുന്ന ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF എഴുതുന്നത്. അപ്പൊ ഇവിടെയുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മ്യൂവിന്റെ സ്ഥാനത്ത് തീറ്റ വന്നിരിക്കുന്നു, സിഗ്മയുടെ സ്ഥാനത്ത് 1 വന്നിരിക്കുന്നു. അപ്പൊ ഇതിന്റെ PDF നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ സിഗ്മ ഇസ് 1 അല്ലെ. 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇ റേസ് ടു മൈനസ് x മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്നുള്ളവിടെ എക്സ് മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ എന്നുള്ളവിടെ 2 into 1 സ്ക്വയർ ദാറ്റ് ഇസ് 2 മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ x1 ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയും. ഇതേ PDF തന്നെയാണ് ആർക്കുണ്ടാവുക? x2 നും ഉണ്ടാവും അല്ലെ. അപ്പൊ വാട്ട് ഈസ് എഫ് ഓഫ് x2? എഫ് ഓഫ് x2 ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ്, അതായത് ഇവിടെ x1 ആണ്, ഇവിടെ x2 വരും എന്നുള്ള വ്യത്യാസം. x2 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ x2 ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പൊ ഇങ്ങനെ രണ്ട് റാൻഡം ഒബ്സർവേഷനുകളുടെയും PDF നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് കാണിക്കേണ്ടത് y is equal to x1 plus x2 is a sufficient statistic for theta. അപ്പം x1 plus x2 ഒരു സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോർ തീറ്റയാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത്? സഫിഷ്യൻസി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ എടുക്കും. അപ്പൊ ഇവിടെ രണ്ട് വേരിയബിൾസേ ഉള്ളൂ അല്ലെ, x1ഉം x2 എന്ന് പറഞ്ഞ രണ്ട് ഒബ്സർവേഷൻസേ ഉള്ളൂ. അതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണും, വിച്ച് ഇസ് എഫ് ഓഫ് x1 ഇൻറ്റു എഫ് ഓഫ് x2. അപ്പൊ ആ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമുക്ക് രണ്ട് ഫംഗ്ഷനുകളായിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം.
ദാറ്റ് ഈസ് എൽ ഓഫ് ഒന്നില് y, തീറ്റ എന്നും, y എന്ന് പറയുന്നത് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക് ആണ്, x1 പ്ലസ് x2 എന്ന് പറയുന്നത്. അതായത് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കും പാരാമീറ്ററും അടങ്ങിയിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടും, ആൻഡ് മറ്റൊന്ന് L2 എന്ന് പറയുന്നത് x1 x2ന്റെ മാത്രം ഫംഗ്ഷൻ ആയിട്ട്, അതായത് തീറ്റ ഇല്ലാത്തൊരു ഫംഗ്ഷൻ ആയിട്ടും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്ക് പറയാം y is a sufficient statistic for തീറ്റ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ സഫിഷ്യൻസി പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് y എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, വാട്ട് ഇസ് y? y is x1 പ്ലസ് x2. അപ്പൊ നമ്മള് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ് ആദ്യം ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദ സാമ്പിൾ L ഓഫ് x1 x2 തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു f ഓഫ് x1 ഇൻറ്റു f ഓഫ് x2. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ PDF-കളുടെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. കാരണം ഇവിടെയുള്ള x1 x2 ഒക്കെ റാൻഡം സാമ്പിൾ ആണ്, അവർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ആക്ച്വലി ഇറ്റ് ഇസ് എ ജോയിന്റ് PDF ആണ്. ഇവിടെ f ഓഫ് x1 ഇൻറ്റു f ഓഫ് x2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 2 പൈ e റേസ് ടു മൈനസ് x1 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 2 പൈ e റേസ് ടു മൈനസ് x2 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതി. ഇനി നമുക്ക് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഉണ്ട്, അതിനെ 1 ബൈ 2 പൈ എന്ന് എഴുതും അല്ലെ. പിന്നെ അടുത്തുള്ളത് ഇയുടെ പവേഴ്സ് ആണ്. ഇവിടെയുള്ള ഇയുടെ പവർ ഇ റേസ് ടു മൈനസ് x1 മൈനസ് തീറ്റ ഹോൾ സ്ക്വയർ ബൈ 2 ഉണ്ട്. ഇവിടെ ഇ റേസ് ടു മൈനസ് x2 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2 ഉണ്ട്. അപ്പൊ അത് രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് എഴുതും. അപ്പൊ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, L ഓഫ് x1 x2 തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ഇ റേസ് ടു, നമ്മൾ പവേഴ്സിലുള്ള ടേമുകളെ കമ്പൈൻ ചെയ്യാണ്. അപ്പൊ രണ്ടിന്റെ പവറിലും മൈനസ് 1 ബൈ 2 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്, അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന പവറുകളെ ആഡ് ചെയ്യാണ്. അപ്പൊ മൈനസ് 1 ബൈ 2 ഇൻറ്റു x1 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ, ഇതാണ് വരുന്നത് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ഇ റേസ് ടു മൈനസ് 1 ബൈ 2 ഇൻറ്റു, ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്, x1 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്താ വരിക, x1 സ്ക്വയർ പ്ലസ് തീറ്റ സ്ക്വയർ മൈനസ് 2x1 തീറ്റ എന്ന് വരുന്നു, a മൈനസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിൽ. അതേപോലെ x2 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പം x2 സ്ക്വയർ പ്ലസ് തീറ്റ സ്ക്വയർ മൈനസ് 2x2 തീറ്റ എന്നും വരും, which is equal to 1 by 2 pi e raised to minus 1 by 2 into, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ടേം x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ, ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് എഴുതുന്നു. തീറ്റ ഇല്ലാത്ത രണ്ട് ടേമുകളാണ് x1 സ്ക്വയർ x2 സ്ക്വയർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ തീറ്റ സ്ക്വയർ പ്ലസ് തീറ്റ സ്ക്വയർ എന്ന് കാണുന്നു, പ്ലസ് 2 തീറ്റ സ്ക്വയർ എന്ന് എഴുതി അല്ലെ. അപ്പൊ തീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞ ടേമും നമ്മൾ എടുത്തു. പിന്നെ കാണുന്ന ടേം മൈനസ് 2x1 തീറ്റ, അതുമാതിരി ഇവിടെ മൈനസ് 2x2 തീറ്റ എന്നാണ്. അതെന്ന് അപ്പൊ മൈനസ് 2 തീറ്റേനെ പുറത്തേക്ക് എടുത്താൽ നമുക്ക് ബാക്കി വരുന്നത് x1 പ്ലസ് x2 എന്നാണ്. ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ഇൻറ്റു ഇ റേസ് ടു, ഇവിടെയുള്ള രണ്ട് ടേമുകളെ നമ്മൾ തീറ്റ ഉള്ള ടേമുകളും തീറ്റ ഇല്ലാത്ത ടേം എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 1 ബൈ 2 x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചെടുക്കുന്നു, ഇൻറ്റു ബാക്കിയുള്ള ടേം ഏതാണ്, ഇ റേസ് ടു മൈനസ് 1 ബൈ 2 ഇൻറ്റു ഇവിടെ എന്തുണ്ട് 2 തീറ്റ സ്ക്വയർ ഉണ്ട്, മൈനസ് 2 തീറ്റ ഇൻറ്റു x1 പ്ലസ് x2 ഉണ്ട്. അപ്പൊ x1 പ്ലസ് x2 എന്ന് പറയുന്നത് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക് y ആണ്, y കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്തത്. 2 തീറ്റ y എന്നുകൂടി നമുക്ക് അതിനെ എഴുതാം അല്ലെ.
ഞാൻ അടുത്തതായിട്ട് ഈ ഫംഗ്ഷനാണ് ആദ്യം നോക്കുന്നത്. ഇവിടെ വെച്ച് നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. എന്നിട്ട് മൈനസിനെ നമ്മൾ ഉള്ളിലേക്ക് കൂടി എടുക്കുകയാണ്. അപ്പൊ അതിനെ ഞാൻ ആദ്യം എഴുതുന്നു. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 2 ക്യാൻസൽ ചെയ്തു. ഇവിടെ മൈനസ് തീറ്റ സ്ക്വയർ പ്ലസ് തീറ്റ വൈ എന്നാണുള്ളത്. അപ്പൊ അതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? തീറ്റ വൈ മൈനസ് തീറ്റ സ്ക്വയർ എന്ന് ആദ്യം എഴുതുന്നു. ഇൻറ്റു പിന്നെ ഈ പോർഷൻ എഴുതുന്നു. ഈ പോർഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ. 1/2 പൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1/2 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. ഇങ്ങനെ രണ്ടാമത്തെ പോർഷൻ എഴുതുന്നു അല്ലെ. അപ്പം ഈ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് y ആൻഡ് തീറ്റ. ആൻഡ് ഈ സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ദറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ. അപ്പൊ ഇതിനെ നമുക്ക് L1 ഓഫ് y കോമ തീറ്റ എന്ന് എഴുതാം. ആൻഡ് ഇൻറ്റു ദിസ് ഇസ് L2 ഓഫ് x1 കോമ x2 ആൻഡ് ദിസ് ഫംഗ്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് പറയാം y is equal to x1 plus x2 is sufficient for the parameter theta. It's a sufficient estimator എന്ന് പറയാം, sufficient for the parameter theta എന്ന് നമുക്ക് പറയാം. Estimate 95% confidence interval for mu based on 10 random samples 22, 25, 30, 21, 24, 26, 24, 28, 25, 26 taken from n mu, 5. അതായത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒരു 95% കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ മ്യൂ ആണ്. എന്നിട്ട് മ്യൂവിനുള്ള 95% കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടുപിടിച്ച ശേഷം അതിൽ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഒരു കേസിലാണ് പറയാൻ പോകുന്നത്. ഇഫ് ദ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം എൻ മ്യൂ സിഗ്മ, സിഗ്മ ഈസ് ഗിവൺ, സിഗ്മ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ സിഗ്മ ഗിവൺ ആയിട്ടുള്ള കേസിൽ നമുക്ക് പറയാം സാമ്പിൾ ഒബ്സർവേഷൻസ് നമുക്ക് അറിയാമെങ്കിൽ സാമ്പിൾ മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. കാരണം നമുക്കിവിടെ മ്യൂ എന്ന് പറയുന്ന പോപ്പുലേഷൻ മീനിനുള്ള കോൺഫിഡൻസ് ഇന്റർവൽ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? സാമ്പിൾ മീനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സാമ്പിൾ മീൻ നോർമൽ ഡിസ്ട്രിബ്യൂഷന് സാമ്പിളുകൾ എടുത്തിരിക്കുന്നു. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആണ്. ആ കേസിൽ സാമ്പിൾ മീൻ എക്സ് ബാർ വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ കോമ സിഗ്മ ബൈ റൂട്ട് എൻ. സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എൻ എന്ന് പറയുന്നത് സാമ്പിളിന്റെ സൈസ്. അപ്പൊ എക്സ് ബാർ ഫോളോസ് എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട് എൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ സെഡ് ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ നമ്മൾ കണ്ടുപിടിക്കുക? നോർമൽ റാൻഡം വേരിയബിളിന് അതിന്റെ മീൻ ആയിട്ടുള്ള മ്യൂ മൈനസ് ചെയ്യണം, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഹിയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ N01 ആണ്. അപ്പൊ സെഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്, വിച്ച് ഇസ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് 95% കോൺഫിഡൻസ് ഇന്റർവൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. അതായത് 95% ഏരിയ വരുന്ന പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. അപ്പൊ ബൈ ഏരിയ പ്രോപ്പർട്ടി ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഏരിയ പ്രോപ്പർട്ടി ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് -1.96 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് 1.96 ഇസ് ഈക്വൽ ടു 0.95. അതായത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ 95% ഏരിയയും -1.96ന്റെയും പ്ലസ് 1.96ന്റെയും ഇടയിലായിരിക്കും 95% ഏരിയ ഉണ്ടാകുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? പ്രോബബിലിറ്റി ദാറ്റ് -1.96 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് 1.96 ഇസ് ഈക്വൽ ടു 95/100, that is 0.95. That is probability of -1.96 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ്. ഇവിടുത്തെ സെഡ് ആരാണ്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് 1.96, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.95. ഈ എക്സ്പ്രഷൻ എന്നാണ് നമുക്ക് മ്യൂ എന്ന് പറയുന്നതിനുള്ള കോൺഫിഡൻസ് ഇന്റർവെൽ കണ്ടുപിടിക്കാൻ ഉള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പൊ മ്യൂവിനുള്ള ഒരു കോൺഫിഡൻസ് ഇന്റർവെൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മ്യൂ ഏത് രണ്ട് വാല്യൂസിന്റെ ഇടയിലാണോ കിടക്കുന്നത്, അതായത് ഇപ്പൊ ലെറ്റ് ദാറ്റ് വാല്യൂസ് ബി T1 ആൻഡ് T2, അതായത് പ്രോബബിലിറ്റി ഓഫ് ഈ T1 ആൻഡ് T2 mu lies between T1 and T2 is equal to 0.95 എന്ന രീതിയിൽ ഒരു ഇന്റർവെൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ നമുക്ക് പറയാം T1, T2 is a 95% കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ മ്യൂ എന്ന് പറയും. അതിനാണ് നമ്മളിവിടെ അതിനുള്ള പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ നടുവില് മ്യൂ മാത്രമാക്കും, ബാക്കിയുള്ള ടേംസിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ആദ്യം നമ്മൾ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ സിഗ്മ ബൈ റൂട്ട്, ഈ സിഗ്മ ബൈ റൂട്ട് തന്നെയാണ് നമ്മൾ ഒഴിവാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, പ്രോബബിലിറ്റി ഓഫ് -1.96 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് 1.96 സിഗ്മ ബൈ റൂട്ട് n ദറ്റ് ഈസ് ഈക്വൽ ടു 0.95. അപ്പോൾ ഇവിടെ നിന്നുള്ള സിഗ്മ ബൈ റൂട്ടിനെ ഒഴിവാക്കി. പിന്നെ ഇവിടെ എക്സ് ബാർ നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എക്സ് ബാറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ആഡിങ് ത്രൂ ഔട്ട് ബൈ മൈനസ് എക്സ് ബാർ കൊണ്ട് നമ്മൾ ഈ കംപ്ലീറ്റ് ടേംസിനെ ആഡ് ചെയ്യാണ് ഈ പ്രോബബിലിറ്റിന്റെ ഉള്ളിലുള്ള ടേംസിന്. അപ്പൊ നമുക്ക് എങ്ങനെ വരും, പ്രോബബിലിറ്റി ഓഫ് മൈനസ് എക്സ് ബാർ മൈനസ് 1.96 സിഗ്മ ബൈ റൂട്ട് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് ബാറും ഇവിടെ ഒരു പ്ലസ് എക്സ് ബാറും ഉണ്ട്, അപ്പൊ അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ മൈനസ് മ്യൂ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ മൈനസ് എക്സ് ബാർ പ്ലസ് 1.96 സിഗ്മ ബൈ റൂട്ട് n ദറ്റ് ഈസ് ഈക്വൽ ടു 0.95. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ കിട്ടിയപ്പോൾ നടുവിൽ മ്യൂ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു മൈനസ് മ്യൂ ആണ് വന്നത്. അപ്പൊ മൈനസ് മ്യൂവിനെ ഒഴിവാക്കി നമുക്ക് മ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. പക്ഷെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഇക്വാളിറ്റി നേരെ തിരി. ഇപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഇൻഇക്വാളിറ്റി എങ്ങനെയായി മാറും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. അപ്പം നമ്മൾ എഴുതുമ്പം പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ടേമിനെ കംപ്ലീറ്റ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്, അതെല്ലാം പ്ലസ് ആയി. അപ്പൊ എക്സ് ബാർ പ്ലസ് 1.96 സിഗ്മ ബൈ റൂട്ട് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി. മൈനസ് മ്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് മ്യൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ആണ്, അപ്പൊ അത് പ്ലസ് ആയി, ഇവിടെ പ്ലസ് അത് മൈനസ്. എക്സ് ബാർ മൈനസ് 1.96 സിഗ്മ ബൈ റൂട്ട് n ഇസ് ഈക്വൽ ടു 0.95 എന്ന് നമുക്ക് കിട്ടും അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നേരെ തിരിച്ചിടാൻ പോവാണ്. അതായത് ഈ ടേമിനെ നമ്മൾ ഫസ്റ്റും ഇതിനെ ഇപ്പുറത്തേക്കും ആയിട്ട് എഴുതാൻ പോവാണ്. അപ്പൊ ഇൻഇക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെ ആവും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാർ മൈനസ് 1.96 സിഗ്മ ബൈ റൂട്ട് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് 1.96 സിഗ്മ ബൈ റൂട്ട് n ദാറ്റ് ഈസ് ഈക്വൽ ടു 0.95. ഈ രൂപത്തിലേക്ക് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൈഡിൽ ഒരു T1 എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഒരു എക്സ്റ്റിമേറ്റർ വരണം, ഇവിടെ T2 എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റിമേറ്റർ വരണം. അപ്പൊ ഇവിടെ T1 വന്ന സ്ഥാനത്ത് എക്സ് ബാർ മൈനസ് 1.96 സിഗ്മ ബൈ റൂട്ട് n വന്നിട്ടുണ്ട്. T2 വന്ന സ്ഥാനത്ത് എക്സ് ബാർ പ്ലസ് 1.96 സിഗ്മ ബൈ റൂട്ട് n വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു T1, T2 എന്ന് പറയുന്നതാണ് 95% കോൺഫിഡൻസ് ഇന്റർവെൽ. അപ്പൊ ഇവിടെ എന്താണ് 95% കോൺഫിഡൻസ് ഇന്റർവെൽ, എക്സ് ബാർ മൈനസ് 1.96 സിഗ്മ ബൈ റൂട്ട് n എക്സ് ബാർ പ്ലസ് 1.96 സിഗ്മ ബൈ റൂട്ട്. നമുക്ക് എഴുതാം 95% കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ മ്യൂ ഇസ് എക്സ് ബാർ മൈനസ് 1.96 സിഗ്മ ബൈ റൂട്ട് n എക്സ് ബാർ പ്ലസ് 1.96 സിഗ്മ ബൈ റൂട്ട്. ഇങ്ങനെയാണ് ജനറൽ ആയിട്ടുള്ള കേസിൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് റാൻഡം സാമ്പിളിന്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് 22, 25, 30 എന്ന രീതിയിൽ 10 ഒബ്സർവേഷൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് 5 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. സാമ്പിൾ സൈസ് n is equal to 10 എന്ന് എഴുതാം. സാമ്പിൾ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് സാമ്പിൾ മീൻ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? സാമ്പിൾ ഒബ്സർവേഷൻസിനെ എല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്യും, എന്നിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ ഒബ്സർവേഷൻസിനെ എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 251 എന്നാണ് കിട്ടുന്നത്. അതിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. therefore x bar is equal to 25.1. അപ്പൊ തന്നിരിക്കുന്ന ന്യൂമറിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ് ബാറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഇത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ, ദാറ്റ് ഇസ് 25.1 മൈനസ് 1.96 ഇൻറ്റു 5/√10, 25.1 പ്ലസ് 1.96 ഇൻറ്റു 5/√10. ഇങ്ങനെ നമുക്ക് എഴുതാം. ആൻഡ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 22. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22 കിട്ടും, ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 28.2 എന്നാണ്. അപ്പോൾ 22, 28.2 എന്ന് പറയുന്നതാണ് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മ്യൂ on the basis of the given numerical sample.